ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഭയങ്കര തമാശയാണ്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും ഒരു മേഖലയിൽ പയറ്റി അതിലെന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാർ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പാകത്തിലെത്തുന്നത്. ഇന്ന് ഇതിനൊക്കെ 30 സെക്കൻഡ് സമയം മതി. നമ്മളെന്തെങ്കിലും ഒരു ഗോഷ്ഠി കാട്ടുക, ആ 30 സെക്കൻഡ് കൊണ്ട് ഇത് 30 ലക്ഷം ആൾക്കാരുടെ അടുത്തേക്ക് എത്തുക, നമ്മൾ ഇൻഫ്ലുവൻസറായി അല്ലേ? എനിക്ക് തോന്നുന്നത് ഒരു 46-ാം വയസ്സിലോ 47-ാം വയസ്സിലോ ഒരു ദിവസം വെറുതെ ഇങ്ങനെ വീട്ടിൽ വന്ന് 2 ലാർജ് അടിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട്. ആ വീഡിയോ കുറേ ആൾക്കാർ കണ്ടിട്ട് പിറ്റേ ദിവസം ഫേസ്ബുക്കിലൊക്കെ ധാരാളം ആൾക്കാർ അറിഞ്ഞു. അതായത് 40-45 വർഷത്തെ നമ്മളെ ജീവിതത്തിനെ വെറും 4 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിലേക്ക് ചുരുക്കി. അതിൻ്റെ മുൻപും അതിൻ്റെ പിൻപും ഒന്നുമല്ല എന്നുള്ള രീതിയിലായി. ഒരു മാർക്കറ്റിംഗ് ബാൻഡ് വാഗണിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നിങ്ങളെപ്പോൾ ഈ മാർക്കറ്റിംഗ് ബാൻഡ് വാഗണിൻ്റെ, ഈ അൽഗോരിതത്തിൻ്റെ, ഈ സാമൂഹ്യ മാധ്യമം നടത്തുന്ന കമ്പനികളുടെ ഒന്നും ഭാഗമാവാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ട. അപ്പോൾ യു കണ്ടിന്യൂസ്ലി ഹാവ് ടു ഡു ദിസ് ലൈക്ക് ഷെയർ കമൻറ്റ്. അത് നിരന്തരം നമ്മളുടെ ഒരു ആവശ്യമായിട്ട്, നമ്മളെ ജീവിതം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭവമായിട്ട് മാറണം. അതുകൊണ്ട് ആർക്കാ ഗുണം? ഈ കുറേ ലൈക്ക് കിട്ടുമ്പോൾ, കുറേ ഷെയർ കിട്ടുമ്പോൾ, കുറേ കമൻറ്റ് കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ എന്തോ വലിയ സംഭവം എന്നുള്ളത്. പക്ഷെ നമ്മളൊന്നുമല്ല. കാരണം എന്താണ് ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്ത് ഉണ്ട് എന്നുള്ളതല്ല അർത്ഥം. നമ്മളുടെ ചിന്തകളിൽ, നമ്മളുടെ കാഴ്ചപ്പാടിൽ അതിലൊരു ആഴമുണ്ട് എന്നുള്ളതല്ല അതിനർത്ഥം. നമ്മളിങ്ങനെ പരന്നിങ്ങനെ വളരെ ഷാലോ ആണ്. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട ആ ഷാലോനെസ് മാറ്റിയിട്ട് ആ ഡെപ്ത് കിട്ടാൻ വേണം. പുസ്തകം വായിക്കണം, ആൾക്കാരോട് സംസാരിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, വെറുതെ ഇരുന്നിട്ട് ചിന്തിക്കാൻ പറ്റണം. പക്ഷെ ഇപ്പം ഇറങ്ങാൻ തോണ്ടി 30 സെക്കൻഡുകളാണ്. നമ്മളുടെയൊക്കെ ജീവിതം 30 സെക്കൻഡുകളുടെ മണിക്കൂറുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞ് 2 മണിയും 3 മണിക്കൊക്കെ ഞെട്ടി ഉണർന്നിട്ട് നേരെ തോണ്ടിക്കുത്തിരിക്കുന്നത്. നമ്മളേക്ക് എന്താണ് ആക്കി തീർത്തിട്ടുള്ളത് സാമൂഹ്യ മാധ്യമം അല്ലേ? ഇൻഫ്ലുവൻസസ്.